ഇതിനെ ഒരു രാഷ്ട്രീയമായ പ്രശ്നം അല്ലെങ്കിൽ പ്രതിസന്ധിയായി മാത്രം കാണുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഇത് തീർച്ചയായിട്ടും രാഷ്ട്രീയക്കാരുണ്ടാക്കിയ ഒരു കുറ്റകരമായ അനാസ്ഥയുടെ ഭാഗം തന്നെയാണ് എങ്കിൽ പോലും ഇതൊരു രാഷ്ട്രീയമായ പ്രശ്നം മാത്രമല്ല, അല്ലെങ്കിൽ ഇത് കേന്ദ്ര സർക്കാരിന്റെ ധനം കിട്ടാത്തത് കൊണ്ടുള്ള മാത്രം പ്രശ്നമല്ല എന്ന് ആമുഖമായി ഞാൻ പറയട്ടെ. അതിനൊക്കെ ഉപരി ഇത് ഒരു ധൂർത്തിന്റെയും അതുപോലെ തന്നെ ചിലവാക്കുന്ന ഈ പണം ചിലവാക്കുന്നതിനുള്ള ഒരു നിയന്ത്രണമില്ലായ്മയും അത് ധൂർത്ത് തന്നെ. അതല്ലെങ്കിൽ മറ്റു രീതിയിൽ അനാവശ്യമായ ചെലവ്, അതല്ല അത്തരത്തിലുള്ള ധാരാളം കാര്യങ്ങൾ, ശമ്പളവും പെൻഷനുമുള്ള ഒരുപാട് കാര്യങ്ങൾ നേരത്തെ അദ്ദേഹം ഒരൊറ്റ ലൈനിൽ സൂചിപ്പിച്ചതുപോലെയുള്ള 5 വർഷം കൊണ്ട് ശമ്പളം പുതുക്കിക്കൊടുത്ത് ഇത്തരത്തിലുള്ള ധാരാളം കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഇതൊരു രാഷ്ട്രീയമായ പ്രശ്നം മാത്രമല്ല, ഇത് വർഷങ്ങളായി ഇവിടെ നിൽക്കുന്ന രാഷ്ട്രീയക്കാരുടെ ഭരണകൂടവും അതുപോലെ തന്നെ അതിലുള്ള IAS ഓഫീസേഴ്സ്, അതല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാരും അതിനെ നയിച്ചിരുന്ന സാമ്പത്തിക വിദഗ്ധരും അടക്കമുള്ള ആളുകൾ സൃഷ്ടിച്ച വലിയ കയത്തിലേക്കാണ് കേരളം വന്ന് വീണിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു രാഷ്ട്രീയക്കാരൻ CPM-ന്റെ മാത്രം കുറ്റമല്ല. എന്നോട് ഇപ്പൊ കോൺഗ്രസിന്റെ പ്രതിനിധി എന്നോട് ക്ഷമിക്കണം. കാരണം കോൺഗ്രസ് സർക്കാരുകളും ഇതിന് കാര്യമായ സംഭാവന ചെയ്തിട്ടുണ്ട്. ഈ കയം അല്ലെങ്കിൽ ഈ കുളത്തിലേക്ക്, ഈ വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക്, സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ഈ കേരളം വീഴുന്നതിന്. കാരണം ഉമ്മൻചാണ്ടി സർക്കാർ പോയപ്പോൾ നല്ല ഒരു കടം, ഏതാണ്ട് 1 ലക്ഷം കോടി രൂപയോളം കടം ഉണ്ടായിരുന്നു. അത് ഈ സർക്കാർ വന്നതിന് ശേഷം അത് ഇരട്ടിയാക്കി ഇപ്പൊ ഏതാണ്ട് 5 ലക്ഷം കോടിയോളം കടമാക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ ഇതാണ് അതിന്റെ ഒരു ഭാഗം. 2, ഇന്ന് കേരളത്തെ നയിക്കുന്നത് രാഷ്ട്രീയക്കാരല്ല. നമുക്കറിയാം IAS-കാരുടെ കയ്യിലാണ് ഭരണത്തിന്റെ നിയന്ത്രണം. അവർ നൽകുന്ന ഫയലുകളും എല്ലാം വളരെ സൂക്ഷ്മതയോടെ പഠിക്കുവാനും അത് തെറ്റാണെങ്കിൽ അത് തിരുത്തുവാനും അതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ളതിനുള്ള ഒരു മന്ത്രിസഭയിലെ ആളുകളുടെ എണ്ണം വളരെ ചുരുങ്ങിയതാണ്, അല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പൊ ഈ IAS എന്നുള്ള ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വം തന്നെ ഇവിടെ വേണമോ എന്ന് ചിന്തിക്കണം. കാരണം അതിന് ഔട്ട്ഡേറ്റഡ് ഒരു സിലബസ് ആണ്. കാരണം നമുക്കറിയാം ഇപ്പൊ പലതിനും IAS പഠിക്കുന്നവർക്ക് ഈ കാര്യങ്ങൾക്കൊന്നും വലിയ ഗ്രാഹ്യം ഉണ്ടാവണമെന്നില്ല. ചിലവർക്കൊക്കെ ഉണ്ടാകാം കേട്ടോ. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു പോർട്ട് ട്രസ്റ്റിന്റെ ചെയർമാനായിട്ട് IAS ഉദ്യോഗസ്ഥൻ വന്നാൽ അദ്ദേഹത്തിന് സീ ട്രാഫിക്കിനെ കുറിച്ചോ അതല്ലെങ്കിൽ അതിന്റെ എക്കണോമിക്സിനെ കുറിച്ചോ അതിന്റെ കാര്യങ്ങളെ കുറിച്ചോ യാതൊരു ഗ്രാഹ്യം ഉണ്ടാവണമെന്നില്ല. അതൊരു പുതിയ ട്രേഡാണ്, അതൊരു പ്രത്യേക ട്രേഡാണ്. അത്തരത്തിൽ ബാങ്കിങ്ങിനെ കുറിച്ചും അതുപോലെ തന്നെ പല കാര്യങ്ങളിലും ഇതിന് എക്സ്പീരിയൻസ് ആയിട്ടുള്ള, കാരണം സ്പെഷ്യലൈസേഷന്റെ കാലമാണ്. അതുകൊണ്ട് IAS എന്നുള്ള ഒരു ലേബൽ ചമഞ്ഞുകൊണ്ട് എല്ലായിടത്തും, ഇൻഡസ്ട്രിയിലായാലും അതുപോലെ തന്നെ ഫിനാൻസ് സെക്ടറിലായാലും ഏവിയേഷൻ സെക്ടറിലായാലും എല്ലായിടത്തും IAS എന്നുള്ള പദവി അതിന്റെ മുകളിൽ ഇരിക്കുവാനാണെന്നും എല്ലാവരെയും ഉപദേശിക്കുവാനുമുള്ള ഒരു ലേബലാണെന്നുമുള്ള ധാരണ IAS-കാർ മാറ്റണം. അതിൽ നല്ല ആൾക്കാരുമുണ്ട്, പക്ഷെ ഇത്തരത്തിൽ അവർക്ക് പറ്റാത്ത ചില ഏരിയയിൽ അവർ ഇരിക്കുന്നുമുണ്ട്. ചിലപ്പോൾ അവര് പണിഷ്മെന്റ് ആയിട്ടായിരിക്കാം ഇരിക്കുന്നത് എന്നതും ശരിയാണ്. അതുകൊണ്ട് തന്നെ ഈ സംസ്ഥാനത്തിനുള്ള പുതിയ പദ്ധതികൾ ഇന്ന് ഭരണകൂടത്തിന് മുന്നോട്ട് വെക്കാൻ കഴിയുന്നില്ല. കാരണം കയ്യിൽ പണമില്ല എന്നുള്ളതാണ് സാമാന്യൻ എല്ലാവർക്കും അറിയുന്നത്. അപ്പൊ ഈ പണം ഇല്ലാതായത് ഇത്തരത്തിൽ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി സാമ്പത്തികമായി രാഷ്ട്രീയക്കാരും ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരായ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥർ അവർ നടത്തിയ നിരന്തരമായ തെറ്റായ നിയമനിർമ്മാണത്തിന്റെയും സാമ്പത്തികമായ ചില കൂടിയാലോചനകളുടെ കുറവിന്റെയും ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായത്. ഇപ്പൊ PSC തന്നെ എത്ര 1600-ഓളം സ്റ്റാഫിനെ കുത്തിനിറച്ചത് രാഷ്ട്രീയമായ സാഹചര്യമാണ്. അതിൽ ഉദ്യോഗസ്ഥന്മാർക്ക് വലിയ പങ്കുണ്ടാവില്ല. പക്ഷെ അത് പാടില്ല എന്നും അത് ഞങ്ങൾ തയ്യാറല്ല എന്നും പറയാനായിട്ട് ഒരു ഫിനാൻസ് മിനിസ്ട്രിയിലെ ഉദ്യോഗസ്ഥൻ തയ്യാറായിട്ടില്ല. അത് തെറ്റാണെന്ന് പറയാൻ റിട്ടയർ ആയിട്ട് പോലും പലരും തയ്യാറായിട്ടില്ല. അപ്പൊ ഇത്തരത്തില് ക്ഷേത്രങ്ങൾ തൊട്ട് PSC വരെ എല്ലായിടത്തും സ്വന്തം ആളുകളെ കുത്തിനിറയ്ക്കുവാനായിട്ടുള്ള പ്രത്യേകിച്ച് ഇടതുപക്ഷ സർക്കാരിന്റെ നയം, ആ നയത്തിന്റെ ഭാഗമായിട്ട് കേരളം ഒരു വലിയ കടക്കെണിയിൽ വന്നിരിക്കുന്നു.